പഴങ്ങൾ, പച്ചക്കറികൾ, ധാന്യങ്ങൾ എന്നിവയിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന വീര്യം കുറഞ്ഞ മദ്യത്തിന് അനുമതി നൽകാനാണ് LDF സർക്കാരിന്റെ കാലത്തെ ആലോചിച്ചതെന്ന CPM-ന്റെ വിശദീകരണം തെറ്റാണെന്ന് തെളിയിക്കുന്നതാണ് രേഖകൾ. ഈഥൈൽ ആൽക്കഹോളിന്റെ സാന്നിധ്യമുള്ളതും പഴങ്ങളുടെ അംശമില്ലാത്തതുമായ മദ്യം കേരളത്തിൽ വിൽക്കാനുള്ള അപേക്ഷകളാണ് ബക്കാഡി, SDF ഇൻഡസ്ട്രീസ് എന്നിവ LDF സർക്കാരിന് സമർപ്പിച്ചതെന്നാണ് രേഖകൾ വ്യക്തമാക്കുന്നത്. കേരളത്തിലേക്ക് സ്പിരിറ്റ് ഇറക്കുമതി ചെയ്ത് മദ്യം ഉൽപ്പാദിപ്പിക്കുകയായിരുന്നു ലക്ഷ്യമെന്നും ഇക്കാര്യം മനസ്സിലാക്കിയാണ് മുൻ സർക്കാർ അനുമതി നൽകിയതെന്നുമാണ് രേഖകൾ പറയുന്നത്. ബക്കാഡി ബ്രീസറിൽ 4.8%, ബക്കാഡി പ്ലസിൽ 8%മാണ് ഈഥൈൽ ആൽക്കഹോളിന്റെ സാന്നിധ്യം. ബക്കാഡിയുടെ അപേക്ഷയിൽ ഇക്കാര്യം വ്യക്തമായി രേഖപ്പെടുത്തിയിരുന്നു. SDF ഉൽപ്പാദിപ്പിക്കുന്ന മദ്യത്തിൽ 10 മുതൽ 20% വരെയായിരുന്നു ആൽക്കഹോളിന്റെ സാന്നിധ്യം. ഇതിൽ പഴങ്ങളല്ല, മറിച്ച് പഴവർഗ്ഗങ്ങളുടെ ഫ്ലേവറാണ് ചേർത്തിരിക്കുന്നത്. പഴങ്ങളിൽ നിന്നും മറ്റും മദ്യം ഉൽപ്പാദിപ്പിക്കുകയാണ് സർക്കാരിന്റെ ലക്ഷ്യമെങ്കിലും ലഭിച്ച അപേക്ഷകൾ അത്തരത്തിലുള്ളതല്ലെന്ന് എക്സൈസ് കമ്മീഷണർ അറിയിച്ചിരുന്നു. ഇത് അറിഞ്ഞിട്ട് തന്നെയാണ് ബക്കാഡി, SDF ഇൻഡസ്ട്രീസ് എന്നിവയുടെ അപേക്ഷകൾ കണക്കിലെടുത്ത് വീര്യം കുറഞ്ഞ മദ്യത്തിന് വ്യക്തമായ നിർവചനം നൽകി റിപ്പോർട്ട് സമർപ്പിക്കാൻ രണ്ടാം പിണറായി സർക്കാരിന്റെ തുടക്കത്തിൽ എക്സൈസ് മന്ത്രിയായിരുന്ന MV ഗോവിന്ദൻ നിർദ്ദേശിച്ചത്. സംസ്ഥാനത്ത് വീര്യം കുറഞ്ഞ മദ്യം വിതരണം ചെയ്യുന്നതിന് 2018 അന്നത്തെ എക്സൈസ് കമ്മീഷണർ ഋഷിരാജ് സിംഗ് ശക്തമായി എതിർത്തിരുന്നു. ബെവ്കോ വഴി ബക്കാഡി ബ്രീസർ ഉൾപ്പെടെയുള്ള പാനീയങ്ങൾ വിൽക്കാൻ കമ്പനി നടത്തിയ നീക്കങ്ങളെ എക്സൈസ് കമ്മീഷണർ എതിർത്തിരുന്നെങ്കിലും നികുതി വകുപ്പ് അത് തള്ളുകയായിരുന്നു. നിലവിലെ UDF സർക്കാർ വീര്യം കുറഞ്ഞ മദ്യത്തിന് പുതിയ നികുതി നിശ്ചയിച്ചുവെന്ന് ആരോപിച്ച് വ്യാജ പ്രചരണങ്ങളുമായി LDF രംഗത്ത് വന്നപ്പോഴാണ് പിണറായി സർക്കാരിന്റെ കാലത്തെ പഴയ ഫയലുകൾ പുറത്തുവരുന്നത്. ബെവ്കോ വഴി ബക്കാഡി ബ്രീസർ, ബക്കാഡി പ്ലസ് എന്നിവ വിതരണം ചെയ്യാൻ 2017 കമ്പനി ശ്രമം ആരംഭിച്ചിരുന്നു. ഇതിന് തടയിട്ടുകൊണ്ട് 2018 ഓഗസ്റ്റ് 13-നാണ് ഋഷിരാജ് സിംഗ് നികുതി വകുപ്പ് സെക്രട്ടറി ആശാ തോമസിന് കത്ത് നൽകിയത്. ഫ്രൂട്ട്സ് അടിസ്ഥാനമാക്കിയുള്ള ഈ പാനീയങ്ങൾ മദ്യം തന്നെയാണെന്നും ഇവയ്ക്ക് പ്രചാരം ലഭിച്ചാൽ വിദ്യാർത്ഥികൾ ശീതള പാനീയത്തിന് പകരമായി ഉപയോഗിക്കാൻ തുടങ്ങുമെന്നും കത്തിൽ അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ഇത് വീര്യം കൂടിയ മദ്യത്തിലേക്കുള്ള ചവിട്ടുപടിയാകുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. എന്നാൽ പുതിയ തെളിവുകൾ ഒന്നും ഇല്ലെന്ന് കാണിച്ച് 2018 നവംബർ 15-ന് അഡീഷണൽ ചീഫ് സെക്രട്ടറി കൂടിയായ ആശാ തോമസ് ഈ കത്ത് തള്ളി. ബിയറിനേക്കാൾ മദ്യാസക്തിക്ക് ഇവ കാരണമാകുമെന്ന് തെളിവുകളില്ലെന്നും മദ്യമായി തന്നെ വിൽക്കുന്നതിനാൽ പ്രായപരിധി കർശനമായി പാലിക്കാൻ കഴിയുമെന്നും മറുപടിയിൽ വ്യക്തമാക്കി. കമ്പനിയുടെ ആവശ്യം അംഗീകരിച്ച് ബ്രാൻഡ് രജിസ്ട്രേഷൻ നടപടികളുമായി മുന്നോട്ടു പോകാനും നിർദ്ദേശം നൽകി. ഇതിനു പിന്നാലെയാണ് വിദേശ മദ്യചട്ടം ഭേദഗതി ചെയ്യാൻ നീക്കം തുടങ്ങിയതും വീര്യം കുറഞ്ഞ മദ്യം എന്ന വിഭാഗം കൂടി ഉൾപ്പെടുത്തിയതും. 2019 ഒക്ടോബർ 26-ന് വീര്യം കുറഞ്ഞ മദ്യം ഉൽപ്പാദിപ്പിക്കാൻ മുൻ സർക്കാർ അനുമതി നൽകി. മറ്റ് സംസ്ഥാനങ്ങളിൽ ഇത്തരം മദ്യം വിൽക്കുന്നതിനെ കുറിച്ചുള്ള റിപ്പോർട്ട് നൽകാൻ 2021 ഓഗസ്റ്റ് 6-ന് നികുതി വകുപ്പ് എക്സൈസ് കമ്മീഷണറോട് നിർദ്ദേശിച്ചു. ഇതിനു പിന്നാലെയാണ് 2021 സെപ്റ്റംബർ 17-ന് ബക്കാഡി കമ്പനി അന്നത്തെ എക്സൈസ് മന്ത്രി MV ഗോവിന്ദന് ബ്രീസറും പ്ലസും വിൽക്കാൻ അനുമതി തേടി കത്ത് നൽകിയത്. LDF സർക്കാർ മദ്യത്തിന് അനുമതി നൽകിയെങ്കിലും തിരഞ്ഞെടുപ്പ് വന്നതോടെയാണ് നികുതി ഘടന നിശ്ചയിക്കാതിരുന്നതെന്നാണ് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി VD സതീശൻ നിയമസഭയിൽ പറഞ്ഞത്. എന്നാൽ വിൽപ്പന സംബന്ധിച്ച് മന്ത്രിമാർക്കിടയിൽ ഉണ്ടായ തർക്കമാണ് നികുതി നിർണയിക്കുന്നതിന് തടസ്സമായതെന്ന സൂചനയുമുണ്ട്.